ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. വൈസ് ചാൻസലർ നിയമന പ്രക്രിയയിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്ന സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത്. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ പ്രകാരം ചാൻസലർ നിയമനം നടത്തണമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ജസ്റ്റിസ് സുധാംശു ദിലിയുടെ അധ്യക്ഷതയിലുള്ള സെർച്ച് കമ്മിറ്റിയെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ 2 പ്രതിനിധികളും ചാൻസലറുടെ 2 പ്രതിനിധികളും അടങ്ങുന്ന 5-അംഗ സമിതിയാണ് VC പട്ടിക തയ്യാറാക്കുന്നത്. എന്നാൽ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്കല്ല, മറിച്ച് ചാൻസലറായ തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ബംഗാളിൽ സ്വീകരിച്ചതിന് സമാനമായ നടപടിയാണ് സുപ്രീം കോടതി ഈ 2 സർവകലാശാലകളുടെയും സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ നടത്തിയത്. അതേസമയം തന്നെ ബംഗാളിലെ സ്ഥിതി വ്യത്യസ്തമാണെന്ന് ഈ സർവകലാശാലകളുടെ VC നിയമനത്തിൽ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒരു റോളുമില്ല എന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കണമെന്നുമാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള 5-അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരണം UGC ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നും UGC പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറ്റോർണി ജനറലിൽ നിന്ന് നിയമോപദേശം സ്വീകരിച്ചതിന് ശേഷമാണ് ഗവർണറുടെ ഈ നടപടി. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് മേൽക്കൈ കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകാതിരിക്കാനുള്ള നീക്കമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തന്നെ UGC പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കേന്ദ്രത്തിന് പ്രാതിനിധ്യം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിയമ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചനകളാണ് ഗവർണർ നൽകുന്നത്. സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി നിയമിച്ചിരിക്കുന്ന സമിതിയിൽ സംസ്ഥാന സർക്കാരിന് നേരിയ മേൽക്കൈയുണ്ട്. ഇത് അംഗീകരിക്കാനാവില്ലെന്ന സൂചന കൂടി ഗവർണർ നൽകുന്നുമുണ്ട്.